എളുപ്പത്തിൽ വൈകുന്നേരം എന്താ ഉണ്ടാക്കാന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ ഒരു പലഹാരം സേവ് ചെയ്ത് വെച്ചോളൂ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പഴം ഉപയോഗിച്ചാണ്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിനി നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് പാനിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ഒരു പഴം നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവും. ആ ഒരു സമയം വരെ മാത്രം മൂപ്പിച്ചെടുത്താൽ മതി. പഴം ആ ഒരു സമയമാകുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോളും. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി സെയിം പാനിലേക്ക് 1/2 ടീസ്പൂണോളം നെയ്യ് കൂടെ ഒഴിച്ച് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു തേങ്ങ ആദ്യം ഒന്ന് നെയ്യിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് നേർത്ത വറുത്ത അവലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറുക്കാത്ത അവലാണെങ്കിൽ ആദ്യം ഒന്ന് ചെറുതായിട്ട് വറുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽട്ടായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറക്കാത്ത നേർത്ത റവയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് ചൂട് പാല് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്ക് റവയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. അതിനുശേഷം മിക്സറിന്റെ ചെറിയ ജാറിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 മുട്ടയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂണിന്റെ പകുതി അളവ് ഏലക്കാപ്പൊടിയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഇത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ പാൽ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് തിക്കുമല്ല, ഒരുപാട് ലൂസും അല്ല. ഇനി ഇതുപോലെ ഒരു പാൻ ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് 1.5 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് നല്ല നേർത്ത് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. അതിന്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ടും കൂടെ കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴം ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവിൽ തേങ്ങ മിക്സും കൂടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിരത്തി കൊടുക്കാം. ഒരുപാട് വെക്കേണ്ട ആവശ്യമില്ല. ഒരു കനം കുറഞ്ഞ ലെയറായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ഭാഗം പിടിച്ച് നമുക്ക് റോള് ചെയ്യാം. ഇത് ഈ ഒരു പാനിൽ നിന്ന് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെയ്തെടുത്താലും മതി. അതിനുശേഷം ഇതൊന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. പുറമേ കുറച്ച് നെയ്യാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ 2 ഭാഗവും ഒന്ന് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഇഷ്ടമാകും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.